വാളയാറിലെ ഇന്ദിരാഗാന്ധി അമ്മ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊരു ബിൽഡപ്പായിരുന്നു. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം വച്ച് ഈ നാട്ടിൽ UDF എന്ന പ്രസ്ഥാനം ജനങ്ങൾക്ക് മുന്നിൽ കളിച്ച നാടകങ്ങൾ മറന്നു. ഇത്രയും ക്രൂരയായ ഒരു സ്ത്രീയെ, അതും കേരള പോലീസ് കണ്ടെത്തിയത് പോരാഞ്ഞിട്ട് അത് പിണറായിയുടെ പോലീസ് അട്ടിമറിക്കുന്നു എന്ന് പ്രചരിപ്പിച്ചിട്ട് അവർക്ക് ഏറ്റവും സംതൃപ്തിയുള്ള CBIയെയും കൊണ്ടുവന്നു. ആ CBI ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പിണറായി വിജയനെതിരെ UDF മത്സരിപ്പിച്ച വാളയാറിലെ ആ പിഞ്ചു കുരുന്നുകളുടെ അമ്മ ഒരു സാമദ്രോഹിയാണെന്ന്. സ്വാഭാവികമായിട്ടും ആ സാമദ്രോഹിയെ പേറി നടന്ന ഈ നാട്ടിലെ കോൺഗ്രസ് ലീഗ് പ്രസ്ഥാനത്തെയും ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത്? നിങ്ങൾ തന്നെ വിലയിരുത്തൂ. CBI കുറ്റപത്രം പുറത്തു വരുമ്പോൾ ഇത്ര നികൃഷ്ടയായ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന സംശയമുണ്ടാവുകയാണ്. സ്വന്തം മക്കൾക്ക് മുന്നിൽ അവർ ചെയ്തിരിക്കുന്ന വൃത്തികേടുകൾ, മക്കളെപ്പോലും കാപാലികന്മാർക്ക് കാഴ്ചവെച്ച സ്ത്രീ എന്ന നപുംസകം, അതിനെയാണ് ഈ നാട്ടിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയും ആ കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് കച്ചവടം ചെയ്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചത്. ഇത്ര നെറികെട്ട ഒരു സ്ത്രീയെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി അന്ന് ഇവർ കാട്ടിയ ഫോട്ടോഷൂട്ടുകൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എത്ര വൈകാരികമായിട്ടാണ് ഈ കാപാലികയായിട്ടുള്ള സ്ത്രീക്ക് വേണ്ടി ഇവർ വായ്ത്താരിയിട്ടത്. അവരെ ഉപയോഗപ്പെടുത്തി എന്തുമാത്രം വ്യാജ പ്രചരണങ്ങൾ നടത്തി. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? സത്യം കുറച്ച് വൈകിയാലും അത് പൂർണ്ണ ശോഭയോടുകൂടി ഒരു കാലത്ത് പുറത്തു വരും. അന്ന് നിങ്ങൾ ഇല്ലാത്ത കഥ പറഞ്ഞ് ആക്ഷേപിച്ചു. ആ കുട്ടികളുടെ ആത്മാവിന് പോലും നിരക്കാത്ത രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ, ആ രീതിയിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി നിങ്ങൾ എന്ത് നേടാമെന്നാണ് കരുതിയത്? ഇപ്പോൾ ഒരു നേതാവിനും വച്ച നാവെടുക്കണ്ട, അതിനെക്കുറിച്ച് മിണ്ടണ്ട. ഒരു ഇരയാക്കപ്പെട്ട 2 ജീവനുകൾ കിട്ടിയപ്പോൾ അത് വെച്ച് നമുക്ക് രാഷ്ട്രീയ മാർക്കറ്റിംഗ് നടത്താമെന്ന് കോൺഗ്രസ്സുകാരും ലീഗുകാരും മത്സരിച്ചപ്പോൾ ഈ നാടിൻ്റെ മുന്നിൽ 2 കുട്ടികൾ നീതിരഹിതമായി ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യം, ആ സാഹചര്യം സൃഷ്ടിച്ചെടുത്ത അമ്മയും അച്ഛനുമെന്ന 2 വേട്ടക്കാർ, മനുഷ്യരുടെ ഗണത്തിൽ പോലും പെടുത്താൻ കഴിയാത്ത വേട്ട ജന്മങ്ങൾ, ആ ജന്മങ്ങളെ വെള്ളപൂശി നിങ്ങൾ എന്ത് നേടി? പിണറായി വിജയനെതിരെ മത്സരിപ്പിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഇങ്ങനെ ഒരു സ്ത്രീയാണ്. ഇങ്ങനെ ഒരു സ്ത്രീയെ നിങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ വീടുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും എത്രമാത്രം സുരക്ഷിതത്വമുണ്ട് എന്ന് ഈ സമൂഹത്തിന് സംശയമുണ്ടായാൽ, അല്ലെങ്കിൽ അത്തരം സ്ത്രീകളെപ്പോലും നിങ്ങൾ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങളോടോ വീട്ടുകാരോടോ ഇത് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയും? ഇതാണ് പറയുന്നത്. കൃത്രിമത്വം എന്തിലും കാണിച്ചാൽ അത് കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ എന്തും നേട്ടം കൊയ്യാൻ കഴിയൂ. പക്ഷേ ശരിയുടെ പക്ഷത്ത് ശക്തമായി നിലയുറപ്പിക്കുന്നവർ അപ്പോൾ കുറച്ച് വിമർശനം കേൾക്കുകയോ ആക്ഷേപം കേൾക്കുകയോ അധിക്ഷേപം കേൾക്കേണ്ടി വന്നാലോ അതൊക്കെ ഒരു കാലത്ത് പൂമാലയായിട്ട് മാറും. കാര്യം അവർ ശരിയായിരുന്നുവെന്നും അവർ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമാണെന്നും അവർ സഞ്ചരിക്കുന്ന പാത നേരിൻ്റെ പാതയാണെന്ന് പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരെയും ആക്ഷേപിച്ചവർ, അല്ലെങ്കിൽ പോലീസിനെതിരെ ആക്ഷേപിച്ചവർക്ക് ഇന്ന് പറയേണ്ടി വരികയാണ്. അന്ന് ഇത്രയും വൃത്തികെട്ടൊരു സ്ത്രീയെ പേറി നടന്നവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ യോഗ്യരാണോ എന്ന് പോലും കേരളത്തിൻ്റെ മനസാക്ഷി ചിന്തിക്കേണ്ട സന്ദർഭമാണ്.